ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അതും നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും കിട്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് മുറിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. അത്രയ്ക്കും സോഫ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ചൂടോടെയാണ് മുറിച്ചെടുക്കണത്. ആവി പോകുന്നുണ്ട് കേട്ടോ ഞാനിത് മുറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എത്രമാത്രം സോഫ്റ്റാണ് കേക്ക്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 1 കപ്പ് ചോറാണ് കേട്ടോ. അപ്പോൾ ചോറായിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കൊണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒന്നല്ല കേട്ടോ. സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 കോഴിമുട്ട എടുത്തിക്കണം. 1 കപ്പ് ചോറുക്ക് 2 കോഴിമുട്ട കേട്ടോ. പിന്നെ അതൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ സാധാ ഓയിൽ, വെളിച്ചെണ്ണ അല്ലാത്തൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട. പിന്നെ അതാ അതിലേക്ക് 1/2 കപ്പാണ് ഞാൻ പഞ്ചസാര ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ഇട്ടുകൊണ്ടിട്ടോ. ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതായിക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് തൊട്ട് നല്ലോണം അടിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ വേറൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പക്കാരൻ തന്നെ. അത് എന്നിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ 3 പ്രാവശ്യം ഒന്നും അരിച്ചെടുക്കുന്നില്ല. ആകെ 1 പ്രാവശ്യം അരിച്ചെടുക്കണുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് സ്പൂണായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടിച്ച് വെച്ചിട്ടുള്ള ചോറിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ സാധാ കേക്കിൻ്റെ കൂട്ടക്ക് മുട്ടൊക്കെ അടിച്ച മിക്സിക്ക് നമ്മൾ മൈദ യോജിപ്പിച്ചെടുക്കില്ല. അതേപോലെ തന്നെ നല്ലോണം ഒന്ന് ഫോൾഡ് ആയിട്ട് സ്പാച്ചിലേറ്റോ വിസ്ക് വെച്ചോ നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 പ്രാവശ്യം വെച്ചിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാകെ തിക്കായി പോയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് 2 പ്രാവശ്യമായിട്ട് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2ാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇത് യോജിപ്പിച്ചെടുക്കുക തന്നെ വേണം. എവിടെയും അടിയിലൊന്നും പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല കേട്ടോ. മൈദൻ്റെതായാലും ചോറിൻ്റെതായാലും നല്ലോണം. എന്നിട്ട് അതിന് പകുതി ഞാൻ നമ്മൾ മൈദ അരിച്ച് വെച്ചിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബാറ്ററിൻ്റെ പകുതി നമ്മൾ മാർബിൾ കേക്കല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 കളറിലായിരിക്കുമല്ലോ കേക്ക് കിട്ടൽ. അപ്പോൾ അത് അതിൻ്റെ പകുതിയോളം ഞാൻ പിന്നെ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചെടുത്ത് പകുതി ഞാൻ വേറെ ബൗളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി കൊക്കോ പൗഡർ ആരെ കയ്യിൽ ഇല്ലല്ലോ, ഇനി എങ്ങനെ കേക്ക് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് അതും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാപ്പിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടി ഇട്ടെടുത്താൽ മതി കേട്ടോ. ഒഴിച്ചെടുക്കെല്ലാം ഇട്ടെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചു കൊടുക്കുക. എന്തെങ്കിലും പിന്നെന്താ പറയുക കട്ട പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ അത് ബാറ്റർ സാധാ മാതിരി ലൂസാക്കി കൊടുക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അതിനും ഐഡിയ ഉണ്ട് കേട്ടോ. അതിന് ഇനി ഇതെങ്ങനെ ലൂസാക്കും. എൻ്റെ കയ്യിൽ പാലില്ലല്ലോ, ഞാൻ എന്തൊഴിച്ചിട്ട് ചുടുവെള്ളം ഒഴിക്കണം അങ്ങനൊന്നും ഒഴിച്ചെടുക്കണ്ടില്ല. നമ്മളെ കയ്യിലുള്ള സാധാ പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ബാറ്റർ ലൂസാക്കിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. പാലൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പച്ച വെള്ളം എടുത്ത് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ ലൂസാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ബാറ്ററിൻ്റെ അതേ പാകത്തിൽ ആക്കിയെടുക്കണം. ഇതും നല്ലോണം ഇളക്കിയിട്ടിട്ട് അപ്പോൾ നമുക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നാകെ അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത്. ഓരോ ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വീതം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പാകത്തിന് ലൂസാക്കി എടുത്തിട്ട്
പാകത്തിനാക്കിയെടുക്കുക. 2 ബാറ്ററും ഒരേ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക കേട്ടോ. അത്രേ ഇതിന് ചെയ്യാനുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ 2 ആഴ്ച ആയിട്ടില്ലേന്ന് 4K സബ്സ്ക്രൈബേഴ്സായിട്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് 5K സബ്സ്ക്രൈബേഴ്സായിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് പുതിയ കൂട്ടുകാരെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പബ്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി അതിന് നമുക്ക് ഒരുപാട് വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 33K വ്യൂസ് ആയി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ എല്ലാ വീഡിയോസും വ്യൂസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ എന്താ പറയുക, നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കട്ടോ. നല്ല അടിപൊളി വീഡിയോസാണ്. അപ്പോൾ പുതിയത് വന്ന കൂട്ടുകാരൊന്നും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണട്ടോ. അപ്പോൾ എന്നോട് ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു കുട്ടി ചോദിച്ചിരുന്നു, സ്റ്റീൽ പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നിട്ട്. അപ്പോൾ ആ കുട്ടിക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇത്. ഞാനിതാ ഇപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കണം. ഇനി ബട്ടർ പേപ്പർ ഇല്ല വെച്ചിട്ട് ആരും ബേജാറാവണ്ട. കുട്ടികളെ നോട്ട് ബുക്കൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ. അപ്പോൾ വരയില്ലാത്ത നോട്ട് ബുക്ക് എടുത്തിട്ട് ഒന്ന് വട്ടത്തിൽ വെട്ടിയെടുത്തിട്ട് നമ്മളെ ടിന്നിൻ്റെ പാകത്തിന് മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ബട്ടർ പേപ്പർ തന്നെ ആയി കിട്ടും. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല വെച്ചിട്ട് ആരും ബേജാറാവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കട്ടോ. 1 ടേബിൾ സ്പൂണ് വെള്ള കളറിലുള്ള മാവും 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട മാവും, അങ്ങനെ 2 ബാറ്ററും ഓരോരോ തവിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് പിന്നെ കുറച്ച് നേരം പിടിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ സ്പീഡിൽ കാണിച്ച് പോവാട്ടോ. നമുക്ക് കുറേ നേരമായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അതിലും ദേഷ്യം പിടിക്കില്ല. അപ്പോൾ ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമ്മൾ വലിയ കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ഇരട്ടി എടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയ ഒരു കയ്യിലിൻ്റെ പകുതിയൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ 2 ഈക്വലായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കൊന്നും വേണ്ട. അതന്നെ താനെ ബാറ്റർ 4 ഭാഗത്തേക്കും പോയിട്ട് പരന്ന് വന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പരത്തി കൊടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതാ മുഴുവനും ഞാൻ അതേപോലെ തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ബേക്കായി കിട്ടാൻ ഒരു 40 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ എൻ്റെ ഗ്യാസിന് വലിയ ഫ്ലെയിമല്ല കേട്ടോ, കുറച്ചൊരു ചെറിയ ഫ്ലെയിമാണ്. അപ്പോൾ അതിൽ മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ട് ഞാൻ 40 മിനിറ്റ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം വ്യത്യസ്തമായിരിക്കും. ചിലത് നല്ല വലിയ ഫ്ലെയിമുള്ള ഗ്യാസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും സ്പൂണിൻ്റെ വക്കോ എന്തെങ്കിലും ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു പൂവുമായിരൊക്കെ ആയി വന്നോളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാത്രം ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതാണ്. ഇപ്പോൾ അതാ ഒരു 40 മിനിറ്റോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അതാ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ പാത്രം ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്റ്റീൽ പാത്രം, അലൂമിനിയം പാത്രം, കേക്കിൻ്റെ ടിന്നോ എന്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേമാതിരി പരന്ന പാത്രം തന്നെ വേണമെന്നില്ല, നമുക്ക് കുണ്ടുള്ള പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ പാത്രത്തിൻ്റെ ഒരു ഷേപ്പിൽ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാനിങ്ങനെ തൊട്ട് നോക്കണം കേട്ടോ. മേലൊക്കെ ഒട്ടിപ്പിടിക്കണ്ടോ എന്ന് നോക്കണമല്ലോ കേക്കിൻ്റെ മേലെ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ചെമ്പട്ടിയിൽ നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. നല്ലോണം ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാഞ്ഞാലൊരു സമാധാനം നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ഞാനിതാ കേക്ക് ഒരു ഇതിമക്ക് മറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല ഫ്ലഫി ആയിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരുപാട് വലുപ്പമുള്ള കേക്കൊന്നുമല്ല കേട്ടോ, ചെറിയൊരു കേക്കാണ്, ഹൈറ്റ് ഉണ്ട്. നമ്മളിതൊരു ചെറിയ പാത്രത്തിലല്ല ഉണ്ടാക്കിയെടുക്കുക, നമുക്കിത് ടിപ്പിംഗ് പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പിലും ഇതിലൊക്കെ നമുക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ബട്ടർ പേപ്പർ
അതിൻ്റെ മേലെന്ന് അയച്ച് മാറ്റാണ് കേട്ടോ. അപ്പോൾ അടിയൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ. കത്തി ഇങ്ങനെ വെക്കേണ്ട താമസം അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഊർന്ന് പോകട്ടോ. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കേക്ക് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാ എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വന്തം നൂറ.